നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ്പയും സെർജിയോ റാമോസും രണ്ടുറ്റ സുഹൃത്തുക്കൾ. റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിലെ ശക്തി ദുർഗങ്ങളായിരുന്നു അവർ. അക്കാലമൊക്കെ പൊയ് പറഞ്ഞു. രണ്ടുപേരും രണ്ട് വഴിക്കായി. ഈ സീസണിൽ അവർ രണ്ടുപേരും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നു. സെവിയയ്ക്ക് വേണ്ടി സെർജിയോ റാമോസ്, FC പോർട്ടോക്ക് വേണ്ടി പെപ്പെ. സെവിയ പുറത്തായി കഴിഞ്ഞു. പെപ്പെ ഇന്നലെ ഗോളടിച്ചു. അതിന് മുമ്പത്തെ ദിവസം സെർജിയോ റാമോസും ഗോളടിച്ചു. ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ 1ഉം 2ഉം താരങ്ങളായിട്ട് അവർ മാറിയിരിക്കുന്നു. പെപ്പെ 40ാമത്തെ വയസ്സിൽ ഗോളടിച്ചപ്പോൾ 37ാമത്തെ വയസ്സിലാണ് സെർജിയോ റാമോസിന്റെ ഗോൾ. തീർന്നില്ല, മറ്റൊരു റെക്കോർഡ് കൂടി. രണ്ടുപേരും ഓരോ റെക്കോർഡുകൾ സ്വന്തമാക്കുന്ന കാഴ്ച, UCL ചരിത്രത്തിലെ സുപ്രധാനമായ റെക്കോർഡുകൾ അവർ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. 40 വയസ്സും 290 ദിവസവുമായിരുന്നു ഇന്നലെ ഷാക്ടർ ഡൊണസ്കിനെതിരെ FC പോർട്ടോക്ക് വേണ്ടി ഗോളടിക്കുമ്പോൾ പെപ്പയുടെ പ്രായം. ഇന്നലെ സെർജിയോ റാമോസ്, അതിന് മുമ്പത്തെ ദിവസം സെർജിയോ റാമോസ് ഗോളടിക്കുമ്പോൾ 37 ദിവസവും 37 വർഷവും 257 ദിവസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. 37 വയസ്സും 257 ദിവസവും. ഏതായാലും രണ്ട് റെക്കോർഡുകൾ പിറന്നു. ഒന്ന്, ഓൾഡസ്റ്റ് ഗോൾ സ്കോറർ ഇൻ UCL ഹിസ്റ്ററി, അത് പെപ്പയുടെ പേരിൽ. മറ്റൊന്ന്, മോസ്റ്റ് പ്രോളിഫിക് ഡിഫൻഡർ ഇൻ UCL ഹിസ്റ്ററി. 17 ഗോളുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേടി. UCL ഏറ്റവും അധികം ഗോൾ അടിച്ച ഡിഫൻഡർ എന്ന റെക്കോർഡ് സെർജിയോ റാമോസിന്. പ്രായം കൂടിയ ഗോൾ സ്കോറർ പെപ്പെ, കൂടുതൽ ഗോൾ അടിച്ച ഡിഫൻഡർ റാമോസ്. രണ്ട് സുഹൃത്തുക്കളും റെക്കോർഡ് കുറിച്ച മനോഹരമായ കാഴ്ചയാണ് ഈ UCL നമ്മൾ കണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.